നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന വചനം കൂട്ടിക്കൊണ്ട് പോകുന്ന ദേവാലയത്തിലേക്കാണ്. ദേവാലയം ശൂന്യമായിരുന്നെന്നല്ല വചനം പറയുന്നത്. ധാരാളം പേര് അവിടെ ഉണ്ട്. വചനം പറയാൻ ധാരാളം പേരുണ്ടായിരുന്നു. നാണയമാറ്റക്കാരുണ്ടായിരുന്നു, പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നവരുണ്ട്, പ്രാവുകളെ വിൽക്കുന്നവരുണ്ട്, ദേവാലയം ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന ജീവികളെ വിൽക്കുന്ന അല്ലെങ്കിൽ വിൽപ്പനക്കാർ ധാരാളം. ദേവാലയം നിറഞ്ഞു കവിഞ്ഞിരുന്നു എന്ന് പറയുക. പ്രിയപ്പെട്ട, ദേവാലയത്തിന്റെ പ്രാധാന്യം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാം. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ അവർക്ക് ആദ്യമൊന്നും ദേവാലയം ഇല്ലായിരുന്നു. അവർ കെരൂബുകൾ ദൈവത്തെ വഹിച്ചുകൊണ്ട് പോയിരുന്നു. കെരൂബുകൾ ദൈവത്തെ വഹിച്ചു മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഒരു കാലഘട്ടത്തിൽ അവർക്ക് ദേവാലയം. ആരാണ് ദേവാലയം പണിയാനായിട്ട് ആദ്യം ആഗ്രഹിച്ചത്? ദാവീദ് രാജാവാണ്. കർത്താവിന് ഒരു ഞാൻ ഇത്ര വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്നു, കർത്താവിന് വേണ്ടി ഞാൻ ഒരു ആലയം നിർമ്മിക്കുമെന്ന് ആദ്യം പറയുന്നത് ദാവീദ് രാജാവാണ്. പക്ഷെ ദാവീദ് രാജാവിന് ആലയം പണിയാൻ സാധിക്കുന്നില്ല. അവന്റെ മകനായ സോളമൻ ബ്രഹ്മാണ്ഡമായ ഒരു ദേവാലയം നിർമ്മിക്കുകയാണ്. പല സമയകാലം നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ച, ചരിത്രം പരിശോധിച്ച, പലപ്പോഴും ഈ ദേവാലയം നശിപ്പിക്കപ്പെടുകയും പുനരുദ്ധരിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും പുനരുദ്ധരിക്കപ്പെടുകയും പല സമയങ്ങളാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ ഈശോ ഇപ്രകാരം പറഞ്ഞു, ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ പുനർനിർമ്മിക്കാം. അപ്പൊ ഫരീസേയ നിയമത്തിന് പറയുന്ന മറുപടി ഉണ്ട്, 46 നീണ്ട സംവത്സരം എടുത്തു ഈ ദേവാലയം നിർമ്മിക്കാൻ. നീ വെറും 3 ദിവസങ്ങൾ കൊണ്ട് അത് പുനർനിർമ്മിക്കുമോ? പ്രിയപ്പെട്ടവരെ, അത് കർത്താവിന്റെ സമയവും പൗലോസ് ഇപ്രകാരം പറയുന്നു. അപ്പോ ആദ്യ കാലഘട്ടങ്ങളിൽ ദേവാലയം ഇല്ലായിരുന്നു, ദേവാലയം നിർമ്മിച്ചു. ക്രിസ്തു പറയുന്നു, ഇതല്ല ദേവാലയം, ഞാനാണ് ദേവാലയം, ക്രിസ്തുവാണ് ദേവാലയം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, അവനും ഇവരുമല്ല, നീയാണ് ദേവാലയം, ഞാനാണ് ദേവാലയം, നമ്മളാണ് ദേവാലയം. പ്രിയപ്പെട്ടവരെ, ദേവാലയം ഞാനാണ് ദേവാലയമെങ്കിൽ, ഞാനാണ് എൻ്റെ കർത്താവിൻ്റെ ആലയമെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്? കർത്താവ് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ധാരാളം ആൾക്കാരാണ് അത് ക്രൗഡിനെ കണ്ടതാണ്. ധാരാളം ആൾക്കാർ അതെല്ലാം അവൻ മറിച്ചിട്ട് നശിപ്പിച്ചെന്ന് പറയുക. നമ്മുടെ ആലയത്തിന് ദൈവമാകുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയമാകുന്ന എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഉള്ളിൽ എന്തൊക്കെ കൊണ്ടാണ് അറിഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ദൈവത്തിന്റെ ആലയം നിറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ള ആലയം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പലവിധമായ വ്യഗ്രതകൾ, ആകുലതകൾ, അശുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. എത്ര നാളായി നമ്മളത് നന്നായി ഉപസരിച്ചിട്ട് അല്ലേ? നമ്മുടെ ദൈവത്തിന്റെ ആലയം വളരെ വിശുദ്ധമായി സൂക്ഷിക്കണം നമ്മുടെ കടമയില്ലേ? ദൈവത്തിന്റെ ആലയം വിശുദ്ധമായി സൂക്ഷിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം എത്രത്തോളം എത്ര അടുപ്പിച്ച് ഞാൻ ഉപസാരത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കർത്താവ് വീണ്ടും പോകുന്നത് അത്തിമരത്തിന്റെ ചുവട്ടിലൂടെ. അത്തിമരത്തിന്റെ ചുവട്ടിലൂടെ പോകുമ്പോൾ കർത്താവല്ല അത് ശ്രദ്ധിക്കുന്നത്, പത്രോസാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. പത്രോസ് പലപ്പോഴും പല കാര്യങ്ങളും നോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ഈ ഫ്രണ്ട്സ് സർക്കിളിൽ കാണുമല്ലോ, എല്ലാ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി പറയുന്ന ഒരാള് പത്രോസ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അവര് കൂട്ടത്തോടെ നടന്നു പോയപ്പോഴും ഗുരുവിനോട് പറഞ്ഞു, ഗുരു നീ നോക്കിക്കേ, ഇന്നലെ നീ പറഞ്ഞ അത്തിമരം, ഇന്നലെ നീ പഴങ്ങൾ ഭക്ഷിക്കാനായി വന്ന അത്തിമരം സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നുവെന്ന് പത്രോസാണ് ഈശോയോട് പറയുക. ഈശോ എന്താണ് അതിന് ഉത്തരം പറയാം? വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഹൃദയത്തിൽ ശങ്കയില്ലാതെ നീ അത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നാം ധാരാളം ആവശ്യങ്ങളുമായിട്ടുണ്ട്. അതാണ് പ്രാർത്ഥനകളോട് നമ്മൾ വന്നിരിക്കുന്നത്. എവിടെയൊക്കെ എന്തെങ്കിലും സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക? അതിന്റെ അവസാനം കർത്താവ് പറഞ്ഞതിന്റെ ഏറ്റവും അവസാനം അവൻ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് വചനം അവസാനിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ഈ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക്